ഗസയിലെ വെടിനിർത്തൽ കരാർ നാളെ പ്രാബല്യത്തിൽ വരും. കരാറിന് ഇസ്രായേൽ സമ്പൂർണ്ണ മന്ത്രിസഭ അംഗീകാരം നൽകി. 33-അംഗ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ 24 പേരാണ് കരാറിനെ അനുകൂലിച്ചത്. പ്രാദേശിക സമയം നാളെ രാവിലെ 8:30 കരാർ പ്രാബല്യത്തിൽ വരുമെന്നും ആവശ്യമായ മുൻകരുതൽ എടുക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കരാർ വ്യവസ്ഥകളിൽ അവസാന നിമിഷം ഹമാസ് ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തൽ കരാറിന് അംഗീകാരം വൈകിപ്പിച്ചത്. എന്നാൽ ഇന്നലെ ചേർന്ന ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാർ അംഗീകരിച്ചു. 33-അംഗ സമ്പൂർണ്ണ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി കൈമാറി. മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് പുലർച്ചെ സമ്പൂർണ്ണ മന്ത്രിസഭയിൽ 24 പേർ കരാറിന് അനുകൂലമായി വോട്ട് ചെയ്തു. ഇതോടെ വെടിനിർത്തൽ കരാറിന്റെ അനിശ്ചിതത്വം നീങ്ങി. നാളെ മുതൽ കരാർ പ്രാബല്യത്തിൽ വരും. 3 ഘട്ടമായാകും കരാർ നടപ്പാക്കുക. 6 ആഴ്ച നീളുന്ന വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ പലസ്തീനി തടവുകാർക്ക് പകരമായി 33 ബന്ദികളെ കൈമാറും. വിട്ടയക്കുന്ന 95 പലസ്തീനി തടവുകാരുടെയും 33 ഇസ്രായേലി ബന്ദികളുടെയും പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. കരാറിന്റെ ഭാഗമായി മധ്യ ഗസയിൽ നിന്നും ഇസ്രായേൽ സേന പിന്മാറും. പലസ്തീനികൾക്ക് വടക്കൻ ഗസയിലെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങാനുള്ള അംഗീകാരവും നൽകും. ഗസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കാനുള്ള വ്യവസ്ഥയും ആദ്യഘട്ട കരാറിന്റെ ഭാഗമാണ്. 2ാം ഘട്ടത്തിന്റെ ചർച്ചകൾ ആദ്യഘട്ട വെടിനിർത്തലിന്റെ 16-ാം ദിവസമാണ് ആരംഭിക്കുക. യുദ്ധത്തിന് പൂർണ്ണവിരാമമിടാനാണ് ആ ഘട്ടത്തിൽ ശ്രമിക്കുകയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് 24.